Happyland presents Happyland Happy New Year 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelet. This program is brought to you by Alfred Group, UAE. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ജു ശ്രീകണ്ഠൻ ഹിയർ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആണ്. അപ്പം തന്നെ 2024 എത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലേ. എത്ര ന്യൂ ഇയർ എന്ന് പറഞ്ഞാലും കഴിഞ്ഞ വർഷം അതിൻ്റെ തൊട്ട് മുന്നേയുള്ള വർഷത്തിൽ നമുക്ക് മറക്കാൻ ഇച്ചിരി പാട് തന്നെയാണ്. കാരണം ചിലർക്ക് അത് ഒത്തിരി സന്തോഷം നൽകുന്നതായിരിക്കും, ചിലർക്ക് സങ്കടവും സന്തോഷവും ചേർന്നിട്ടുള്ളതായിരിക്കും, ചിലർക്ക് ഒത്തിരി സങ്കടം മാത്രമുള്ള ഒരു വർഷമാവാം. എങ്ങനെയെങ്കിലും ഒരു വർഷം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഏറ്റക്കുറിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ 2025 എന്ന് പറയുന്ന ഒരു പുതിയ വർഷം നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഒരു വർഷം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ നാടിനും നാട്ടുകാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉള്ളൊരു നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് പോവാം. ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ 2025 എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒരുക്കങ്ങളും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണിത്, ഡിസംബർ അവസാനത്തോട് വരുമ്പോൾ അല്ലേ. അപ്പോൾ ഞാനും ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ്. ന്യൂ ഇയർ ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നും പുറപ്പെട്ട് ഒരു ക്രൂയിസിലാണ്. ഹലോ ഹലോ, എന്താ പേര്? ഇഷൽ. എന്താ പേര്? സർഫറാസ്. എവിടെന്നാ വരുന്നത്? പാലക്കാട് നിന്നാണ് അല്ലേ? ഫാമിലി ആണല്ലേ? ഒന്ന് പരിചയപ്പെടുത്തുമോ എല്ലാരെയും? ഹായ്, എൻ്റെ പേര് നിഷ്മ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ക്രൂയിസ്? നല്ല ട്രിപ്പ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഹാപ്പി ലാൻഡിൽ വന്നിട്ടുണ്ടോ? ഇല്ല വന്നിട്ടില്ല. ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വേമ്പായത്തിനടുത്ത് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്ലാൻ റൈഡ്സും വാട്ടർ റൈഡ്സും ഒക്കെ ഉള്ള, നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. സീ വേവ്സും പൂളും അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇനി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ. അപ്പോൾ നമുക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? ചോദിക്കാം. മലയാളം അറിയാലോ അല്ലേ? അറിയാം. ചോദിച്ചാലോ? സൂര്യന്റെ ജന്മദിനം എന്നാ? ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ when is sun's birthday or what? Sunday. Oh, very good, congrats. എത്ര പെട്ടെന്ന് പറഞ്ഞല്ലോ ആൻസർ, മിടുക്കി കുട്ടി. അപ്പോൾ ഒരു സമ്മാനം തരട്ടെ. എന്താ സമ്മാനം? നമ്മുടെ ഹാപ്പി ലാൻഡിലേക്കുള്ള കൂപ്പണാണ്. ഫാമിലി ആയിട്ട് വരാം. ഓക്കെയാണോ? ഓക്കെ. ഹായ്, നിങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പാണോ? ഓക്കെ. എവിടെ നിന്ന് വരാം? ഓ ശരി. എന്ത് ചെയ്യുന്നു എല്ലാവരും? ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ക്രൂയിസ് യാത്ര? കൊള്ളാം. അപ്പോൾ 16 പേര് അടങ്ങുന്ന ഒരു പെൺപട തന്നെയാണ് നമ്മുടെ ക്രൂയിസിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും പെൺപട തന്നെയാണ്. അടിപൊളി. എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കേൾക്കട്ടെ, രസമായിരിക്കുമല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങ് പോകുന്നു, അത്രേ ഉള്ളു. സിമ്പിളായിട്ട് പറയാൻ പോയി. അത് മൂന്നാറിന്നാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണോ കപ്പൽ യാത്രയൊക്കെ? അല്ലേ, ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു മോഷൻ സിക്നസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? ഒന്നുമില്ല, എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുൻപ് ഇതിനെപ്പറ്റി ചിലത് കേട്ടിട്ടുണ്ടാവും. വന്നതിന് ശേഷം ഉള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയും. സൂപ്പറായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രോഗ്രാമാണ്, പാട്ട് എൻ്റെ ഫീൽഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആഹാ, എന്താ ചെയ്യണം അപ്പോൾ? മ്യൂസിക് ടീച്ചർ. അപ്പോൾ ഒരു പിടിച്ചോളൂ, ഇത് കൈ പിടിക്കുക, ഒരു പാട്ടും കൂടി പാടുക. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ
ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അമേസിങ്. അങ്ങ് നിർത്തണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, അതറിയോ? കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഒരു ലാൻഡ് ആൻഡ് വാട്ടർ റൈഡ്സ് ഉള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്ക്. ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ? ഇല്ലെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും വരണം. നിങ്ങൾക്ക് ഹാപ്പി ലാൻഡിൻ്റെ ഒരു കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. നിങ്ങൾക്ക് ഹാപ്പി ലാൻഡിൻ്റെ ഒരു കൂപ്പൺ ഉണ്ട്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് തരുന്നു എന്നേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ 2025. ഹായ്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു യാത്രേനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ് അക്കോമഡേഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൂന്നാർ യാത്ര പോകുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ എങ്ങനെയുള്ള റൂം എടുക്കണം, എന്ത് ബഡ്ജറ്റിലുള്ള എടുക്കണം എന്നാണ്. ഇതേപോലെ തന്നെ ക്ലബ് ട്രാവലറ്റും ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അക്കോമഡേഷൻ പാർട്ടിന് വേണ്ടിയിട്ടാണ്. ഈ അക്കോമഡേഷൻ പാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ സ്വന്തമായി കുറച്ച് റിസോർട്ടുകൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഇനീഷ്യൽ പ്രൊജക്റ്റായ എലിഫൻറ്റ് കോറിഡോർ എന്നൊരു പ്രൊജക്റ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കാന്തല്ലൂരാണ് ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ഞങ്ങൾ ആ റിസോർട്ട് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവരുന്നത്. 40% ഷെയർ കമ്പനി ഹോൾഡ് ചെയ്യുകയും ബാക്കി വരുന്ന 60% ഔട്ട്റൈറ്റ് പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ മുടക്കിയാൽ ഏതൊരാൾക്കും ഒരു റിസോർട്ടിൻ്റെ പാർട്ട്ണർ ആവാം. അതിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. ഞങ്ങളുടെ കമ്പനിയുടെ എലിഫൻറ്റ് കോറിഡോർ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ചെയ്യുന്നത് മിസ്റ്റർ ശ്രീജിത്താണ്. ശ്രീജിത്തിനെ പറ്റി വളരെ എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്. ഈ ഇൻഡസ്ട്രിയിലും ഈ ഫ്ലാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം സെയിൽസിനോടൊപ്പം ലീഗൽ ഡോക്യുമെൻസും എല്ലാം ഹാൻഡിൽ ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ശ്രീജിത്ത് എലിഫൻറ്റ് കോറിഡോറിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. കാന്തല്ലൂരിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. കാന്തല്ലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ്കമിങ് ഡെസ്റ്റിനേഷൻ, അതായത് വരുന്ന ഒരു 5-8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നായിരിക്കും കാന്തല്ലൂർ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ മുഴുവൻ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ട്രെക്കിംഗ്, വെള്ളച്ചാട്ടത്തിലുള്ള ഇത് അതുകൊണ്ട് തന്നെ മൂന്നാർ ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്. കാര്യം മൂന്നാറിന് ഒരു ടീ പ്ലാന്റേഷൻ്റെ ഒരു ഭംഗി മാത്രമേ മൂന്നാറിനുള്ളൂ. പക്ഷെ കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. കാന്തല്ലൂർ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ലൈക്ക് വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും ഫാം ഹൗസുകളാണെങ്കിലും, അതായത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന തോട്ടങ്ങളാണെങ്കിലും, ഓഫ് റോഡ്സ് പോകാനാണെങ്കിൽ 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് റോഡ്സ് പോകാനുള്ള ഏരിയാസും, പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമയായ ഭ്രമരം സിനിമയിൽ മോഹൻലാൽ നടത്തുന്ന ഒരു റാഷ് ഡ്രൈവ് നടത്തുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഭ്രമരം പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഇതായിട്ടുള്ള ഒരു ഏരിയയാണ്. ശാന്തമായിട്ടും മനുഷ്യൻ്റെ മൈൻഡ് കൂളാക്കുന്നതുമായിട്ടുള്ള ഏരിയകളാണ്. ഇത് കാന്തല്ലൂരിനെ കുറിച്ച് പറയുമ്പോൾ കാന്തല്ലൂർ ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനും കൂടിയാണ്. അവിടെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത്, കാന്തല്ലൂരിൽ നമുക്ക് പറയുമ്പോൾ കാന്തല്ലൂർ ലാസ്റ്റ് ഇയറിൽ ഗോൾഡൻ വില്ലേജ് അവാർഡ് കിട്ടിയ ഒരു പഞ്ചായത്താണ് കാന്തല്ലൂർ വരുന്നത്.
പിന്നെ കേരളത്തിൽ തന്നെ, അതായത് സൗത്ത് ഇന്ത്യയിലെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ തന്നെ ആപ്പിൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. കാശ്മീർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി കുങ്കുമപ്പൂവ് ഉണ്ടായ ഒരു സ്ഥലം കാന്തല്ലൂരാണ്. അങ്ങനെ കാന്തല്ലൂരിന് കുറേ അധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ശ്രീധി, നമ്മൾ കാന്തല്ലൂർ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ മെയിൻ കാരണം, കാന്തല്ലൂർ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ബൂമിങ് വരുന്ന ഒരു കേസാണ്. ഞാൻ നാരായണൻ മുരളീധര പണിക്കർ എന്ന കൊല്ലത്തുകാരൻ. 1978 ഗൾഫെന്ന സ്വപ്നം കണ്ടുകൊണ്ട്, ഗൾഫ് വളരെ പ്രകമ്പനമായിരിക്കുന്നൊരു കാലത്ത് അതിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ട് ദുബായിൽ വന്ന ആളാണ് ഞാൻ. അന്ന് നമ്മുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മമേഖലയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് മറൈൻ, അതായത് കപ്പൽ ഗതാഗതത്തിന് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, കപ്പൽ ഗതാഗതത്തിലൂടെ മാത്രമേ ഇനി വരും കാലങ്ങളിൽ ഓരോ രാജ്യത്തിനും നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അത് കണ്ടുകൊണ്ടാണ് ഈ കപ്പൽ ഗതാഗതത്തിൽ തന്നെ ഞാൻ ശ്രദ്ധ ഊന്നിയത്. റിപ്പയർ രംഗത്തും പരിപാലനത്തിലുമായിരുന്നു എൻ്റെ ശ്രദ്ധ. ഞാൻ അതിൽ വർക്ക് ചെയ്തിരുന്നു കുറേ. 2000 വരെ ഏകദേശം ഒരു 28 കൊല്ലം അതിൽ പണിയെടുത്തതിന് ശേഷം 2000 ഞാൻ എൻ്റെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള, അതും കപ്പൽ റിപ്പയറും കപ്പൽ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഇന്നുള്ള ഈ ഒരു അവസ്ഥയിലെത്തിയ എക്സ്പെർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസ് എന്ന ഷിപ്പ് റിപ്പയറും ഒപ്പം ഷിപ്പ് ഉണ്ടാക്കുന്നതിലൂടെ. അങ്ങനെ കുറേയധികം പല 9-10 രാജ്യക്കാരെ നമ്മളോടൊപ്പം എല്ലാവരുടെയും സംരംഭത്തിലൂടെയാണ് ഞങ്ങൾ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നന്മയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിലനിൽപ്പാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. ഈ വർഷം തന്നെ നമ്മൾ വളരെയധികം പ്രക്ഷുബ്ധമായ രീതിയിൽ പല രാജ്യാന്തര യുദ്ധങ്ങളും മഹാമാരികളും എല്ലാം നമ്മൾ കടന്നുപോയ ഒരു വർഷമായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പുതുവത്സരം, അടുത്ത വരുന്ന ഒരു ന്യൂ ഇയർ നല്ലതായിരിക്കട്ടെ, യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, മനുഷ്യൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. ലോകത്തുള്ള എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ എക്സ്പെർട്ട് യൂണിറ്റ് മറൈൻ്റെയും ന്യൂ ഇയർ ആശംസകൾ. ഓർമ്മകൾ കൂടുകൂട്ടിയ മനസ്സിന്റെ തളിർച്ചില്ലയിൽ നിറമുള്ള 1000 ഓർമ്മകളുമായി ഒരു വർഷം കൂടി കടന്നുപോകുന്നു. ഇന്നലകളിലെ നഷ്ടങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കാം. ശുഭപ്രതീക്ഷയോടെ നല്ല നാളേക്കായി കാത്തിരിക്കാം. ഏവർക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിന്റെ പുതുവത്സരാശംസകൾ. ഒരു ഇല പോലെ കൊഴിഞ്ഞു വീണ 2024, ഒരു പൂ പോലെ മുട്ടിട്ട് വിരിയാൻ പോകുന്നു 2025. നല്ലൊരു പൂവിനായി നമുക്ക് കാത്തിരിക്കാം. സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾക്കായി ഈ പുതുവർഷം സമ്മാനിക്കുന്നു അൽഫുറത്ത് ഗ്രൂപ്പ് UAE. Happy Land Amusement Park, Thiruvananthapuram. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മളുടെ ന്യൂ ഇയറും ഒക്കെ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഒരുപാട് പേർക്ക് കേക്ക് മാത്രമല്ല ഗിഫ്റ്റുകൾ, നമ്മളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് പേർക്ക്, നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ അധികം തലമുണ്ടാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഗിഫ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓടിപ്പോരെ നമ്മളുടെ പറക്കാട്ട് ജ്വല്ലറിയുടെ. ഞാനിപ്പോൾ ഉള്ളത് പറക്കാട്ടിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള അല്പം അതിവിശാലമായ ഷോറൂമിലാണ്. ഇവിടെ നമ്മൾക്ക് നെക്ലേസസ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്, ചെയിനുകൾ, പെൻഡൻറ്റുകൾ, റിങ്സ്, എല്ലാവിധ കളക്ഷൻസ്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്വർണം തോൽക്കുന്ന രീതിയിലുള്ള ഫിനിഷോടുകൂടി നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി അണിയാനും ഗിഫ്റ്റിംഗ് പർപ്പസിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് നിങ്ങൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളുടെ സർവീസ്, ഗ്യാരണ്ടി, വാറണ്ടി എല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ ഓർണമെൻറ്റ്സ് അല്ല, നമ്മളുടെ ഐഡൽ കളക്ഷൻസ് കൂടിയാണ്. ഇവിടെ നമ്മൾക്ക് ഒരുപാട് കളക്ഷൻ ഐഡൽസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾക്ക് ഗിഫ്റ്റിംഗ് പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തട്ടെ. ആദ്യം തന്നെ നമ്മളുടെ ശബരിമല സീസണാണ്, അയ്യപ്പ സ്വാമിയുടെ ഒരു സമയമാണ്. ഇവിടെ നമ്മളൊരു 18 പടിയുള്ള ഗോൾഡും അതേപോലെ തന്നെ റോസ് വുഡും കൂടെ ചേർന്നിട്ട് വന്ന ഒരു കൺസെപ്റ്റിലെ ഒരു വിഗ്രഹം, നമ്മളുടെ എന്താ പറയുക, അയ്യപ്പ ക്ഷേത്രം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഒരു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവും കൂടി ഉണ്ട്. പിന്നെ കാവലിനായിട്ട് ഗജവീരന്മാരും നല്ല ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആനക്കുട്ടന്മാരിങ്ങനെ നിരന്ന് നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഇത്രയും വലിപ്പമുള്ളത് മാത്രമല്ല കേട്ടോ, വളരെ ചെറിയ ആനക്കുട്ടി തൊട്ട് പിന്നെന്താ പറയുക, നമ്മളുടെ കയ്യിൽ തിരുപ്പതി ഭഗവാനുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, നടരാജ വിഗ്രഹമുണ്ട്, കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ട്, പല ഫോമിൽ ഉള്ള ഗണപതിയും കൃഷ്ണനും എല്ലാം ഇങ്ങനെ കണ്ടില്ലേ, കൃഷ്ണനൊപ്പം രാധയുണ്ട്. ഇനി ഇത് മാത്രമൊന്നുമല്ല, ദേവി ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, കണ്ടോ, ഇതെല്ലാം പെയർ ചെയ്യാവുന്ന രീതിയിൽ ഒരേ വലുപ്പത്തിൽ വരുന്ന ദേവിമാരുടെ രൂപങ്ങളുണ്ട്. ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് എല്ലാം നടക്കുന്ന സമയമാണ്. വിന്നേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഫസ്റ്റ് കൊടുക്കാനും ഇനി സെക്കൻഡിന് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡൊക്കെ കൊടുക്കാൻ പറ്റിയ ഗോൾഡ് ലെയേർഡ്, കാരണം ഇത് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡാണ്. അതാണ് പറക്കാട്ട് ജുവൽസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പറക്കാട്ട് ജുവൽസിൽ നിന്ന് വാങ്ങുന്ന ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, വിഗ്രഹങ്ങളായിക്കോട്ടെ, മെമെൻറ്റോസ് ആയിക്കോട്ടെ, ഇതൊന്നും ജീവിതകാലം നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും ഉപയോഗിച്ചാലും അതിൻ്റെ കളർ മങ്ങുവോ ഒന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ അതേപോലെ ഒട്ടേറെ കളക്ഷൻസ്, അശോകസ്തംഭം, മെമെൻറ്റോസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരിക്കലെങ്കിലും കാണുന്നതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങളെല്ലാവരും എറണാകുളത്തുള്ള പറക്കാട്ട് ജുവൽസിൻ്റെ പത്മ ജംഗ്ഷനിലെ ഷോറൂമിലും അല്ലെങ്കിൽ നിങ്ങൾ പറക്കാട്ടിൻ്റെ കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം പാറശാല വരെയുള്ള ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായി കാണാം. ഫോർ കിഡ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ 4Kids ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. 4Kids ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. അപ്പൊ ഒരു പ്രവാസിയിൽ നിന്ന് വലിയൊരു സമയം ആവശ്യമുള്ള ഒരു ബിസിനസ്മാനിലേക്ക് വളർന്നിരിക്കുകയാണ്, ഒരു പ്രോമിനന്റ് ബിസിനസ്മാൻ എന്ന് പറയാം. ഈ ഇതിന്റെ കൂടെ, ഈ ഒരു ഗ്രോത്തിന്റെ കൂടെ എങ്ങനെയാണ് ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുക? അല്ലെങ്കിൽ നമുക്കറിയാം വൈഫിനും കുട്ടികൾക്കൊക്കെ വേണ്ട സമയം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് രണ്ടും കൂടി ഒരേപോലെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? എന്താണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു വലിയ ഗുണപാഠം കൂടിയായിരിക്കും അത്. ബിസിനസ് രംഗത്ത് ജോലി അല്ലെങ്കിൽ ബിസിനസ് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഫാമിലി ടൈം കുറവായിരിക്കും. കാരണം ഒത്തിരി യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെ നോക്കിക്കാണുന്നത് സത്യത്തില് ഈ ഒരു ബിസിനസ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ തന്നെ കാരണം, ഞാനൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഗൾഫിൽ ഇതിനു മുമ്പായിട്ട്. ഞാനൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഫാമിലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ മീ ആൻഡ് മൈ ജോബ്. അതിന് എന്റെ ജോബിനോ അല്ലെങ്കിൽ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലി അവര് സ്ട്രഗിൾ ആവും. അപ്പൊ അതിനൊരു മാറ്റം വരണം എന്നുള്ള കൺസെപ്റ്റും കൂടെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ തുടക്കം മുതൽ എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ട്. അവള് എന്റെ ഓരോ ചലനത്തിലും അവൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ടൈം ബിസിനസ് ടൈം എന്നുള്ള ഒരു സെപ്പറേഷൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ യാത്രകൾ പോവാറുണ്ട്, ഒത്തിരി യാത്രകൾ പോവാറുണ്ട്, എക്സിബിഷൻ ഒത്തിരികൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ സമയത്തൊക്കെ എന്റെ വൈഫും എന്റെ കുടുംബവും എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ കാൻഡൻ ഫെയർ, ചൈനയിൽ വേൾഡിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ആണ്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ഞാൻ എന്റെ ഹോൾ ഫാമിലിയാണ് കൊണ്ടുപോയത്. ഒരു 14 ദിവസം ഞാനിപ്പം നാട്ടിലുള്ള സമയം പോലും ഞാൻ എന്റെ മക്കളെ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടൽ കുറവാണ്. കാരണം മോന് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാണ്, നമ്മൾ CA പഠിക്കുകയാണ്, വേറൊരു മോന് +2 ആണ്. അപ്പൊ അവര് സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ ഒരാള് വർക്കിന് പോകുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ഫാമിലിയുടെ എല്ലാ സമയത്തും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. ഈ ഒരു റീസെന്റ് നടന്ന ഒരു 14 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ 5 പേരും ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഒരു ബിസിനസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് ഫാമിലിയെ ഒരിക്കലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല, ഞാൻ പഠിച്ച ഒരു നല്ല പാഠം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയും കൂടെ എന്റെ ബിസിനസ്സിൽ കൂടെ ഉണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, അവർക്ക് വേറൊരാളുടെ സപ്പോർട്ട് ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു മാസം എന്റെ വർക്കിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിലും ഐ എം ഫുള്ളി കോൺഫിഡന്റ് മൈ വൈഫ് ക്യാൻ ഹാൻഡിൽ ദ എൻറ്റയർ പ്രോസസ്. അത് തന്നെയാണ് ഫാമിലി നമ്മുടെ ബിസിനസ്സിന് കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഗുണം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ഏരിയയെ കുറിച്ച്, അതിന്റെ സംശയങ്ങളെയും അതിന്റെ പ്രാധാന്യത്തെയും ഒക്കെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ മുസ്തഫ. അപ്പൊ മുസ്തഫ സാറിന് ഒരുപാട് നന്ദി, അത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിന്. ആൻഡ് ഇനി പറയാനുള്ളത്, ഇതുപോലെയുള്ള ഇപ്പൊ പ്രവാസ ലോകത്ത് ഒരുപാട് നരകിച്ച് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിലും ഇവിടേക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ കോൺഫിഡൻസ് കുറവുള്ള ആളുകൾക്കുള്ള വലിയൊരു പ്രചോദനമായി മാറട്ടെ ഈ എപ്പിസോഡുകൾ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വൺസ് അഗെയിൻ പറയാണ്, ഇതൊരു പുതുവത്സര പരിപാടിയാണ്. എല്ലാവർക്കും ഏറ്റവും മനോഹരമായ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പുതുവത്സരമായിരിക്കട്ടെ. 2025 ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം.
Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പോവുകയാണ്. മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡാണ്. സോ എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ നമുക്കിനി ആ ഒരു എപ്പിസോഡിലേക്ക് പോകാം, കുറേ കാഴ്ചകൾ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞ് അടുത്ത ഒരു ഫോട്ടോ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു നക്ഷത്രാമ, അതുപോലെ ഒരു ഡിനോസർ, ആന, കടുവ ഇതെല്ലാം കാണാം. ശരിക്കും എന്താണ് ചേട്ടാ ഈ ഒരു സംഭവം? ഇതും ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടാണ്. ഫുള്ള് റോബോട്ടിക്സ് ആണ്. ഒരു നക്ഷത്രാമയുണ്ട്, ഏറ്റവും വലിപ്പമുള്ള ആമ. ഇപ്പം ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വലിപ്പമുള്ള ഒരു ആമ ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് വലിപ്പമുള്ളൊരു ആമയാണ്. ഓക്കെ, അത് റോബോട്ടിക്സ് ആണ്, ചലിക്കും. ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇതെന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയെ പ്രത്യേകിച്ച് കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പേടിയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഭയമാണ്. അപ്പോൾ ഒരു ചലിക്കുന്ന ആനയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ ഭയമില്ലാതെ എടുക്കാൻ ഉള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. ഈ ഒരു അതായത് ജീവനുള്ള ആനയുടെ ചലനങ്ങളുള്ള എന്നാൽ ഭയക്കേണ്ടതില്ലാത്ത ഒരാന. ഇത് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നൈസാണ്. പിന്നെ ഇത് എന്താണ്? ഇത് നമ്മുടെ ദിനോസറിൻ്റെ ഒരു ഇതാണ് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കിടിലൻ കാഴ്ചകളൊക്കെയാണ് മറൈൻ വേൾഡിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഇതിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും വരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ്, നമ്മുടെ രാജധാനി മൈതാനത്താണുള്ളത്. മസ്റ്റായിട്ട് നിങ്ങളിത് കണ്ടിരിക്കണം. ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ചേട്ടാ, അപ്പം എന്ന് വരെ ഉണ്ട്? എല്ലാവർക്കും ജനുവരി 19 വരെ ഇവിടെ ഷോ ഉണ്ടാവുള്ളൂ. അതെ, പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയും, അവധി ദിവസങ്ങൾ അതായത് ശനി, ഞായർ, മറ്റ് പബ്ലിക് ഹോളിഡേയ്സിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9:30 വരെയാണ് ടിക്കറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്നത്. ജനുവരി 19 വരെ നമ്മൾ ഷോ. ഈ ജനുവരി 19 എന്നുള്ള ഡേറ്റ് മറക്കണ്ട, അന്ന് വരെ ഉള്ളൂ. സോ അതിന് മുമ്പായിട്ട് തിരക്ക് കൂടുന്നതിന് മുമ്പ് വന്ന് കാണുക. വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴേ നന്നായിട്ട് തിരക്കാവും. മാക്സിമം ആളിൽ നേരത്തെ വന്ന് കാണും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പുതിയൊരു കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിരുന്നു. അപ്പോൾ മറൈൻ വേൾഡ് സ്പെഷ്യൽ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ 2025 ഈ ഒരു എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ലാൻഡ് പ്രസൻസ് ഹാപ്പി ലാൻഡ് ഹാപ്പി ന്യൂ ഇയർ 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelage. This program is brought to you by Al Furad Group, UAE.